കൊല്ലത്ത് കിടപ്പറ ദൃശ്യം ഭർത്താവ് അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റതായി ഭാര്യയുടെ പരാതി. വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ യുവതി കൊല്ലം സിറ്റി പോലീസിൽ പരാതി നൽകി. കൗൺസിലിംഗിന് നിർബന്ധിച്ചപ്പോൾ ഭർത്താവ് മർദ്ദിച്ചെന്നും യുവതി പറയുന്നു. മാരകമായി മർദ്ദനമേറ്റ യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. UK വെച്ച് ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ കിടപ്പറ ദൃശ്യങ്ങളുണ്ട് എന്ന് പെൺകുട്ടിയോട് പലരും പറഞ്ഞ് പെൺകുട്ടി ഇത് പരിശോധിച്ചപ്പോൾ ഇത് ഇത്തരത്തിലുള്ള വളരെ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്തത്ര ഗൗരവ സ്വഭാവമുള്ള തരത്തിലുള്ള ഈ വീഡിയോ സ്വകാര്യ ദൃശ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇതെല്ലാം ഇയാളുടെ കുടുംബത്തിൽ ഉള്ള അവരുടെ അടക്കമുള്ള ദൃശ്യങ്ങൾ ഇയാൾ രഹസ്യമായി ഇതുപോലെ തന്നെ ഇയാളൊരു ലൈംഗിക വൈകൃതമുള്ള ആളാണ്. പിന്നീട് ഈ കുട്ടിയെ ഒരു 4 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചും ഇത്തരത്തിലുള്ള ലൈംഗികമായ വൈകൃതങ്ങൾ ഇയാൾ നടത്തിയതിന് ശേഷം അതും ഇയാളുടെ ഫോണിൽ സ്വകാര്യമായി ചിത്രീകരിച്ച് ഇയാളുടെ കൈവശമുണ്ടെന്ന് മനസ്സിലായി. ഷമീർ അബ്ദുൽ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷമീർ, എന്തായാലും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇത്. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ഇയാളൊരു സെക്ഷൽ സൈക്കോപാത്താണ്. UK-യിലായിരുന്നു ഈ കുടുംബം ഉണ്ടായിരുന്നത്. UK-യിൽ വെച്ച് നിരവധി തവണ ഇത്തരത്തിൽ സ്വകാര്യ കിടപ്പറ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ ചിത്രീകരിച്ച് ചില പെയ്ഡ് സൈറ്റുകൾക്ക് ഇയാൾ നൽകിയിരുന്നു. ഇത് പക്ഷേ ഭാര്യയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷേ റെക്കോർഡ് ചെയ്ത ചിത്രങ്ങൾ ഇയാൾ പണത്തിന് വിൽക്കുകയായിരുന്നു. അങ്ങനെ UK-യിലുള്ള ചില ആളുകൾ ഈ പെൺകുട്ടിയോട് വിവരം പറയുകയും തന്ത്രപരമായി ഈ പെൺകുട്ടി ഇയാളെ 2 ദിവസം മുമ്പ് നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതിനുശേഷം നാട്ടിൽ വെച്ച് ഇയാളെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുമ്പോൾ ഇയാൾ താൻ ചെയ്ത തെറ്റ് അത് കൺഫേസ് ചെയ്യുകയാണ്. ഞാനത് ഏറ്റുപറയുകയാണ്. നിയമത്തിന് മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അയാളത് പറഞ്ഞത്. ഇതിനുശേഷം വീട്ടിലെത്തിയപ്പോൾ 4 വയസ്സുള്ള പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് പോലും ഇയാൾ ലൈംഗിക വൈകൃതം കാണിച്ചു എന്നാണ് പരാതി. തുടർന്ന് ഈ പെൺകുട്ടി തങ്ങളുടെ മാതാപിതാക്കളോട് ഈ വിവരം പറയുകയും മാതാപിതാക്കൾ ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പെൺകുട്ടിയും ഇയാളും തമ്മിൽ വലിയ രീതിയിൽ പ്രശ്നമുണ്ടായി. പെൺകുട്ടി കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതിനുശേഷം സിറ്റി പോലീസ് കമ്മീഷണറോട് വിവരങ്ങൾ ധരിപ്പിച്ചു. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പ്രത്യേക പോലീസ് സംഘത്തെ അവിടെ അയച്ചു ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. മൊഴിയിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഇയാൾക്ക് ഇത്തരത്തിൽ ഈ ലൈംഗിക ചിത്രങ്ങൾ വിൽക്കുന്ന ചില സംഘങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുവരെ ആ പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. പോലീസ് എത്തിയതറിഞ്ഞ ഒളിവിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഭർത്താവ്. അതായത് 4 വയസ്സുള്ള പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് പോലും ഇയാൾ സ്വയംഭോഗം ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ പോൺ സൈറ്റുകളിൽ നിന്ന് ഇത്തരത്തിൽ ഈ ചിത്രങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ ഇപ്പോൾ പോലീസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് UK-യിൽ നടന്നത്. അത് ആവർത്തിക്കുന്ന തരത്തിൽ വീണ്ടും ഇയാൾ കേരളത്തിലെത്തിയ ശേഷവും ഇത് ആവർത്തിക്കുന്ന തരത്തിൽ പെരുമാറിയതോടുകൂടിയാണ് പെൺകുട്ടിക്ക് ഇയാൾക്ക് മാനസിക പ്രശ്നമല്ല, ഇയാൾക്ക് പണത്തിന് വേണ്ടിയുള്ള ഒരു ഇടപാടാണ് ഇയാൾ നടത്തി വന്നതെന്ന് പെൺകുട്ടിക്ക് ബോധ്യമാവുകയും ഈ പെൺകുട്ടി ഈ വിവരം പോലീസിനെ അറിയിക്കുകയും രേഖാമൂലം പോലീസിന് പരാതി നൽകുകയും ചെയ്തു. എന്തായാലും ഒളിവിൽ പോയ ഇയാൾക്കെതിരെ പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. ഇയാളുടെ ബന്ധുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. ചിത്രങ്ങൾ അയച്ചു നൽകിയ, ചിത്രങ്ങൾ വാങ്ങിയ ആളുകൾ വരെ ഇപ്പോൾ ഇതിൽ പ്രതി ചേർക്കപ്പെടും എന്നാണ് നിലവിൽ സിറ്റി പോലീസ് അറിയിക്കുന്നത്. ഹർഷൻ.